ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വേണ്ടി സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി ഫോളോ ചെയ്യുന്നത് വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്. ആ മെത്തേഡിൻ്റെ പേരാണ് NLP ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്നത്. അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, NLPയുടെ ടൂൾസ് ആൻഡ് ടെക്നിക്കുകൾ ഇംഗ്ലീഷ് പഠനത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ ഒരുപാട് കോഡുകളും കഥകളും പാട്ടുകളുമായിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്യുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പഠന രീതിയാണ് ഇവിടെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 5ാം ക്ലാസ് മുതലെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയവരാണ്. അങ്ങനെ പഠിച്ചു, 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോഴും ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പോലും നമുക്ക് വളരെ കോൺഫിഡൻസോടു കൂടി സംസാരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് അധികം ആളുകളുമുള്ളത്. എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പം ഈ ഈസ്, വാസ്, വിൽ ബി, ക്യാൻ, കുഡ്, ഷുഡ് ഇത്തരത്തിലുള്ള ഓക്സിലറി വേർബ്സ് ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാത്തത്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് ക്ലാസ്സുകളും പങ്കെടുത്ത് ഒരുപാട് വർഷങ്ങളും ഒരുപാട് സമയങ്ങളും ട്രൈ ചെയ്ത് ഒരുപാട് ആളുകൾ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിറകോട്ട് വന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി ആലോചിച്ചത്, എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ഇംഗ്ലീഷിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഈ ഒരു രീതിയിൽ നിന്നും എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിനെ പഠിപ്പിക്കാം, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് അവരിലേക്ക് എത്തിക്കാം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു മഹാലോകത്തേക്ക്, സ്വപ്നങ്ങളുടെ അതുപോലെ അവസരങ്ങളുടെ ഈ മഹാലോകത്തേക്ക് എങ്ങനെ നമുക്ക് ആളുകളെ എത്തിക്കാം. ഈ ഒരു ചോദ്യത്തിന് മുമ്പിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൊല്യൂഷനായിരുന്നു, ഒരു ആൻസറായിരുന്നു സ്പീക്ക് ഈസി ഇന്ന് ഡെവലപ്പ് ചെയ്ത ഈ ഒരു NLP ബേസ്ഡ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം എന്നത്. എങ്ങനെയാണ് നമ്മൾ NLPയിലൂടെ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ ഈ ഒരു രീതിയിൽ ആകെ നിങ്ങൾ പഠിക്കേണ്ടതും ഒരു 20 NLP കോഡുകൾ മാത്രമാണ്, അല്ലെങ്കിൽ 20 ടെക്നിക്കുകൾ മാത്രമാണ്. ഈ ടെക്നിക്കുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വട്ടം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കോഡുകളിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ NLPയിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ കോഡാണ് ദുശ്ശീലം എന്നത്. ദുശ്ശീലം ഈ ഒരു കോഡ് നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പഠിപ്പിക്കുക. അത് നമ്മുടെ കോഡിലേക്ക് വരുമ്പോൾ അത് ദുശ്ശീലം എന്നായി മാറും. അതായത് ശീലങ്ങൾ, നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചോദിക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡു ചേർക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരാളോട് ചോദിക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഈസിയാണ് നമുക്ക്. ഡു യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ? നിങ്ങൾ ചിക്കൻ കഴിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ചിക്കൻ? അപ്പോൾ എന്ത് ശീലങ്ങൾ നമുക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഡു ചേർക്കണം. ഈ ഒരു സംഭവം നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞ് WH ക്വസ്റ്റ്യൻ പ്ലസ് ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ്, ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ നമ്മളിതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും നമുക്കത് വളരെ ഈസി ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് റീകോൾ ചെയ്യാനും ആളുകൾക്ക് മുമ്പിൽ നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാനും സാധിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ ദുശ്ശീലം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജന്മത്തിൽ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇതുപോലുള്ള വളരെ ഈസി ആയിട്ടുള്ള ഞങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ
അതും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കും.